അപ്പൊ ന്യൂ ഇയറിന്റെ തലേ ദിവസം ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് അപ്പൊ അമ്മ ചീനച്ചട്ടിയപ്പം കൊണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത്. ചായ ആഹാ അടിപൊളിയായിരുന്നു. ആരെങ്കിലും ചീനച്ചട്ടിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ കേട്ടോ. അപ്പൊ ഞങ്ങൾ TV ഒക്കെ കണ്ടിരുന്നു, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഉപ്പില് വെന്ത ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം അമ്മ ഡിന്നറിന് കൂർക്ക, ഉണക്കമീന്, പിന്നെ കുമ്പളങ്ങയൊക്കെ ഇട്ടൊരു മുളകുഷൻ കറി, ഇതൊക്കെയാണ് ഇട്ട് ഉണ്ടാക്കിയത്. ഇനി കാണാൻ പോകുന്നു ന്യൂ ഇയറിന് അന്ന് രാവിലെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലച്ചു അകത്ത് ബോറടിച്ചിരിക്കുന്നു, ഇതൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ടായി അമ്മ. ഈ തേങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെ വരില്ലേ, പൊങ്ങുന്നാണോ പറയുക എനിക്കറിയില്ല. ലച്ചുന് എപ്പോഴും ഇത് തിന്നാൻ ആഗ്രഹം, ഇടപ്പള്ളിയിലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അമ്മ അവർക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ ലച്ചുവിന്റെ എക്സ്പ്രഷൻ നോക്കിയേ, അത്രയും കൊതിയാണ് കേട്ടോ കുട്ടിക്ക് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇത് കൊണ്ടുവന്നോട്ട് ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടം അത് കഴിക്കാൻ, കിട്ടാറില്ലല്ലോ നമുക്കങ്ങനെ. അപ്പം അമ്മ ഞങ്ങൾക്ക് മുരിങ്ങയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഊരി വെക്കാൻ വേണ്ടി പറഞ്ഞു. അച്ഛനപ്പം ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ നല്ല ചെമ്മീൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ അവയ്ക്കാടോ ഷേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ ചെന്നിരുന്നാൽ നമുക്ക് ഒരു പണിയും ചെയ്യണ്ട, അമ്മ ഇങ്ങനെ തിന്നാനുണ്ടാക്കി തന്നോണ്ടേ ഇരിക്കും, പാവമ്മ. അപ്പം അതേ ഞങ്ങൾ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല കേട്ടോ, അമ്മയും ലച്ചും കൂടി ഇന്ന് ചീട്ട് കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അമ്മയുടെ ഫ്രണ്ട് മിൻ ചേച്ചി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയുണ്ട്. ലച്ചു കഴിച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ സേതുവിനോട് ചോദിച്ചപ്പോൾ സേതുവിനും പറഞ്ഞാൽ അടിപൊളിയാണ്, റൈസിന്റെ കൺസിസ്റ്റൻസിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ തിരിച്ച് അമ്മയ്ക്ക് അച്ഛൻ ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു.